ഹലോ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ് ട്രയൽ. ഇപ്പം ഞാനൊരു 2-3 മാസമായിട്ട് ഡെയിലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ഈ ഓവർനൈറ്റ് ഓട്സ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. യൂഷ്വലി എനിക്ക് ഓട്സ് ഇങ്ങനെ പാലിലൊന്നും കുറുക്കി കഴിക്കുന്നത് 2 ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് ബോറടിക്കായിരുന്നു. പക്ഷേ ഈ ഓവർനൈറ്റ് ഓട്സ് എനിക്ക് ഇഷ്ടപ്പെട്ട നട്ട്സും ഫ്രൂട്ട്സും യോഗട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ നല്ല ഇഷ്ടമാണ് അത് ഡെയിലി കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ ഇന്ന് ഷിഫ്റ്റുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഇച്ചാനും മോനൊക്കെ ഉണ്ടാക്കിയ ദോശയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എടുത്തത് കേട്ടോ. ദോശയും പിന്നെ തക്കാളി ചട്നിയും അതിൻ്റെ കൂടെ നല്ല ചൂട് കോഫിയും. കോഫി ഞാൻ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്, ബോയിലറൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കും. തക്കാളി ചട്നി അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതായിരുന്നു ഉച്ചയ്ക്കത്തെ എൻ്റെ ലഞ്ച്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഏകദേശം ഒരു 5:30 ആകുമ്പോഴാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയ ഉടനെ എൻ്റെ ഡിന്നർ കഴിക്കും ഒരു 6 o'clockനുള്ളിൽ. 5:30 ആകുമ്പോൾ മിക്കവാറും ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കും. അപ്പോൾ അത് കണ്ടോ, ചോറാണ് കഴിച്ചത്. ചോറിന് നല്ല മോര് കാച്ചിയതും പിന്നെ ക്യാനിൽ കിട്ടുന്ന അയല ഫില്ലറ്റ്സ് ഉണ്ടല്ലോ, അത് നല്ല മസാല പോലെ വെച്ചതും പിന്നെ ബീഫ് അച്ചാറും നല്ല കൊണ്ടാട്ടം മുളകും കൂട്ടി ഒരു പിടി പിടിച്ചു. ഞാനൊരു എന്താ പറയുക, ചോറിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ഒരു നേരമെങ്കിലും എനിക്ക് ചോറ് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതുകൊണ്ടാണ് ഞാൻ വന്ന ഉടനെ ചോറ് കഴിച്ച് കഴിയുമ്പോഴേക്കും മനസ്സിന് ഭയങ്കര ഒരു തൃപ്തിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡേ, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്. ബൈ.